എല്ലാവർക്കും ബെസ്റ്റ് ബെറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പറഞ്ഞത് ഒന്നാമത്തെ ക്ലാസ്സിൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് സബ്ജക്ട് എന്ന് പറയുന്ന ടോപ്പിക് ആയിരുന്നു പറഞ്ഞത്. അതിൽ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് സെന്റൻസുമായിട്ട് ബന്ധപ്പെട്ട അസർട്ടീവ് സെന്റൻസ്, ഇമ്പറേറ്റീവ് സെന്റൻസ്, ഇതിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് മൂന്നാമത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ററോഗേറ്റീവ് സെന്റൻസിനെ കുറിച്ചും എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നാലും കൂടെ ആകുമ്പോൾ നമ്മൾ 4 ടൈപ്സ് ഓഫ് സെന്റൻസ്, പർപ്പസിന്റെ അടിസ്ഥാനത്തിലുള്ള 4 തരത്തിലുള്ള സെന്റൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് തീരും. ഇതിനുശേഷം PSC ചോദിച്ചിട്ടുള്ള ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് തീരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലിയർ ഐഡിയ കിട്ടും. ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഇതിനുശേഷം സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ സെന്റൻസിനെ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ്. ഇതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൽ നമ്മൾ ഇന്ററോഗേറ്റീവ് സെന്റൻസിനെ കുറിച്ചും എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ കുറിച്ചും വിശദമായിട്ട് തന്നെ പറയാം. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോ മൂന്നാമത്തെ ടൈപ്പ് സെന്റൻസ് ആണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ്, ഇന്ററോഗേഷൻ എന്ന വാക്കിന്റെ അർത്ഥം ചോദ്യം ചെയ്യൽ എന്നാണ്. അതായത് ഒരു സെന്റൻസ് ക്വസ്റ്റ്യനെയാണ്, ചോദ്യത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നമുക്കതിന് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. ഒരു സെന്റൻസ് അത് എന്തിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യനെ സൂചിപ്പിക്കുകയാണെങ്കിൽ, ഒരു ചോദ്യത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഏത് തരത്തിലുള്ള സെന്റൻസ് എന്ന് പറയാം? ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും. തുടക്കത്തിൽ ക്വസ്റ്റ്യൻ വേർഡോ അവസാനം ക്വസ്റ്റ്യൻ മാർക്കോ ഉണ്ടെങ്കിൽ നമുക്കത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ PSCക്ക് ഒരു സെന്റൻസ് ചോദിക്കുകയാണ്, ഐഡന്റിഫൈ ചെയ്ത സെന്റൻസ് എന്ന് വെച്ചാൽ ആ സെന്റൻസിന്റെ തുടക്കത്തിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട്, വിച്ച്, വെയർ, ഹൂം, ഹൂസ്, ഇതുപോലെ ക്വസ്റ്റ്യൻ വേർഡ്സ് ഒരുപാട്. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും തുടക്കം. അവസാനം എന്ത് കാണും? ക്വസ്റ്റ്യൻ മാർക്ക് കാണും. അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് കാണും. അതുപോലെ ക്വസ്റ്റ്യൻ വേർഡ് തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ ഓക്സിലറി വെർബ് ആയിരിക്കും വരുന്നത്. 24 ഓക്സിലറിയിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി ആയിരിക്കും വരുന്നത്. തുടക്കത്തിൽ ഇത് കാണും, അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും. അവസാനം എന്തായിരിക്കും? ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ PSCക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സെന്റൻസ് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അല്ലെങ്കിൽ ആ സെന്റൻസ് വായിച്ചിട്ട് അതിന്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ എന്ന് നോക്ക്. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എഴുതാം അത് ഏത് തരത്തിലുള്ള സെന്റൻസ് ആണെന്ന്, ഇന്ററോഗേറ്റീവ് സെന്റൻസ്. അപ്പൊ ഇന്ററോഗേറ്റീവ് സെന്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ തുടക്കത്തിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് കാണും, അല്ലെങ്കിൽ ഓക്സിലറി വെർബ് കാണും, അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് കാണും. അവസാനം എന്ത് കാണും? ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കാണും. അങ്ങനെയുണ്ടെങ്കിൽ ഏത് സെന്റൻസ് നിങ്ങൾക്ക് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് എഴുതാം. 4ാമത്തെ ടൈപ്പ് സെന്റൻസ് ആണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്ചര്യപ്പെടുക എന്നാണ്. എക്സ്ക്ലമേഷൻ മാർക്ക്, ഒരു വര, താഴെ ഒരു കുത്ത്, ഇതാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. ഒരു സെന്റൻസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ആ സെന്റൻസ് എവിടെയെങ്കിലും ഇതുപോലെ ഒരു മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഒരു വരയും താഴെ ഒരു കുത്തും ഉണ്ടോ എന്ന് നോക്കുക. അതിനർത്ഥം അത് ഏത് സെന്റൻസ് എന്നാണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്നാണ്. അപ്പോൾ സെന്റൻസ് നിങ്ങൾക്ക്, ആ സെന്റൻസിന്റെ അർത്ഥം ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടാ, ഒരു കുഴപ്പമില്ല. ആ സെന്റൻസ് നോക്കുന്നു, അതിൽ എവിടെയെങ്കിലും ഒരു വര, ഒരു കുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം അത് ഏത് തരം സെന്റൻസ് ആണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. കൂടാതെ അലാസ്, കുഴേ, ബ്രാവോ, ഹഷ് എന്നൊക്കെ പറയുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടോ, ഇത് എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ വരുന്ന വേർഡ്സ് ആണ്. അപ്പോൾ ഈ വേർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. കൂടാതെ വാട്ട്, ഹൗ ഇതിൽ തുടങ്ങും. ചില സെന്റൻസ് വാട്ട്, ഹൗ ഇതിൽ തുടങ്ങും, പക്ഷെ അവസാനം എന്തായിരിക്കും? എക്സ്ക്ലമേഷൻ മാർക്ക് ആയിരിക്കും. ഒരു വര, താഴെ ഒരു കുത്ത്, ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഏത് തരം സെന്റൻസ് ആണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഏതിലാ തുടക്കം? വാട്ട്, ഹൗ ഇതിൽ തുടങ്ങും, പക്ഷെ ഏതില് അവസാനിക്കും? ഇവിടെ ഈ എക്സ്ക്ലമേഷൻ മാർക്കിലായിരിക്കും അവസാനിക്കുന്നത്. വാട്ട്, ഹൗ ഇതിൽ തുടങ്ങുന്നു, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചാലോ അത് ഏത് തരം സെന്റൻസ് ആ? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്.
ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോ നിങ്ങൾ ഒരു സെന്റൻസ് കിട്ടി, ആ സെന്റൻസ് ഏത് ടൈപ്പ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെന്റൻസ് മൊത്തം നിങ്ങൾ വായിച്ചു നോക്കുന്നു, എവിടെയെങ്കിലും ഇതിനകത്ത് ഒരു മാർക്ക് ഉണ്ടോ എന്ന് നോക്കുന്നു. മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം അത് ഏത് സെന്റൻസ് ആണ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആയി. സെന്റൻസുമായി പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. അതായത് അസർട്ടീവ് സെന്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? തുടക്കത്തിൽ സബ്ജക്റ്റ് ആയിരിക്കും, അവസാനം ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും. തുടക്കം സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റ് ആവാം? ഒരു സെന്റൻസിൽ നൗണോ പ്രോനൗണോ സബ്ജക്റ്റ് ആയിട്ട് വരാം. ചിലപ്പോ ഇതിന് തൊട്ടു മുന്നേ ഒരു ഡിറ്റർമിനർ ആയിരിക്കും, ഡിറ്റർമിനർ പ്ലസ് സബ്ജക്റ്റ് ആയിരിക്കും. അവസാനം എന്തായിരിക്കും? ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് സെന്റൻസ് എഴുതണം? അസർട്ടീവ് സെന്റൻസ് എന്ന് എഴുതണം. അസർട്ടീവ് എന്നായിരിക്കും, ചിലപ്പോൾ ഡിക്ലറേറ്റീവ് തരും. എന്നാൽ ഈ സെന്റൻസിന്റെ കൂടെ അഫർമേറ്റീവ് എന്ന് പറയുന്ന സെന്റൻസ് കൂടെ ഉണ്ട്. അഫർമേറ്റീവ് സെന്റൻസ് ഒന്നും കൂടെ ശ്രദ്ധിക്കണം. ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ സബ്ജക്റ്റും അവസാനം ഫുൾ സ്റ്റോപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്തെന്ന് എഴുതാം? അഫർമേറ്റീവ് സെന്റൻസും എന്ന് എഴുതാം. അത് അഫർമേറ്റീവ് സെന്റൻസും കൂടെയാണ്. എന്നാൽ അത് നോട്ട് നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ, നോട്ട് ചേർന്ന സെന്റൻസ് ആണെങ്കിൽ നിങ്ങൾ അഫർമേറ്റീവ് സെന്റൻസ് എന്ന് എഴുതരുത്. കാരണം അഫർമേറ്റീവ് സെന്റൻസ് എപ്പോഴും പോസിറ്റീവായി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. രണ്ട്, ഇമ്പറേറ്റീവ് സെന്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇമ്പറേറ്റീവ് സെന്റൻസ് തുടക്കം വെർബായിരിക്കും. ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ തുടക്കം വെർബായിരിക്കും, അവസാനം ഫുൾ സ്റ്റോപ്പിലായിരിക്കും. അവസാനം ഫുൾ സ്റ്റോപ്പിലായിരിക്കും. പിന്നെ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ആ സെന്റൻസിന്റെ അവസാനം എങ്ങനെയായിരിക്കും? ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും ഇതിന്റെ അവസാനം. ഇന്ററോഗേറ്റീവ് സെന്റൻസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു സെന്റൻസിന്റെ എവിടെയെങ്കിലും ഇതുപോലെ ഒരു മാർക്ക് കണ്ടു കഴിഞ്ഞാൽ, ഒരു വര താഴെ ഒരു കുത്ത്, എക്സ്ക്ലമേഷൻ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏത് സെന്റൻസ് ആണെന്ന് എഴുതാം? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെന്ന് എഴുതാം. അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് കേരള PSC എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദിച്ചത് എന്ന് അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഠിച്ചതുപോലെ തന്നെ, അത് പഠിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിടാം. അത് PSCക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. അതായത് ഓപ്ഷൻസിൽ അസർട്ടീവ്, ഇമ്പറേറ്റീവ്, ഇന്ററോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി. മുകളിൽ ഞാൻ ഓപ്ഷൻസ് ചെയ്തിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന സെന്റൻസുകൾ ഏത് ടൈപ്പ് ആണ്, അതിൽ ഏത് വരും എന്ന് മാത്രം എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്ത് പറയുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൈസ് ഈസ് ദ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് കേരള. റൈസ് ഈസ് ദ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് കേരള. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി അവസാനം എന്താണ്? ഫുൾ സ്റ്റോപ്പ് ആണ്. അവസാനം ഫുൾ സ്റ്റോപ്പ് ആണ്. അവസാനം ഫുൾ സ്റ്റോപ്പ് വന്നു കഴിഞ്ഞു. തുടക്കം നോക്കിയേ. തുടക്കം റൈസ്. റൈസ് എന്ന് പറയുന്നത് നൗൺ ആണ്. റൈസ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. നൗൺ ആദ്യം വന്നു, നൗൺ സബ്ജക്റ്റ് ആയിട്ട് വന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. അപ്പൊ നമുക്കറിയാം ഇത് ഏത് തരത്തിലുള്ള സെന്റൻസ് ആണ്? ഇത് അസർട്ടീവ് സെന്റൻസ് ആണ്. ഇത് ഏത് തരത്തിലുള്ള സെന്റൻസ് ആണ്? അസർട്ടീവ് ആണ്. അസർട്ടീവ്. ഡിക്ലറേറ്റീവ് എന്ന് പറയാം, അല്ലെങ്കിൽ അഫർമേറ്റീവ് എന്ന് പറയാം. അസർട്ടീവ് എന്ന് പറയാം, ഡിക്ലറേറ്റീവ് എന്ന് പറയാം, അഫർമേറ്റീവ് എന്ന് പറയാം. ഓക്കെ, ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഈ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇത് മാറ്റം വരുത്തി എഴുതിയിരിക്കുന്നതാണ്. നോക്കിക്കേ, റൈസ് ഈസ് നോട്ട് ദ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് കേരള എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ റൈസ് നൗൺ തുടങ്ങുകയാണ്. അപ്പൊ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് നൗണോ പ്രോനൗണോ ആയിരിക്കും. അപ്പൊ തുടക്കത്തിൽ സബ്ജക്റ്റ് വന്നു, അവസാനം ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ അസർട്ടീവ് സെന്റൻസ് ആയിരിക്കും. നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ അഫർമേറ്റീവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പൊ നമുക്കറിയാം അസർട്ടീവ്, ഡിക്ലറേറ്റീവ്, അഫർമേറ്റീവ് ഇതെല്ലാം ഒരു ടൈപ്പ് സെന്റൻസ് ആണ്. എന്നാൽ ഇവിടെ നമുക്ക് ഈ അഫർമേറ്റീവ് ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇത് നോട്ട് ചേർന്ന നെഗറ്റീവ് സെന്റൻസ് ആണ്. അഫർമേറ്റീവ് സെന്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല. അടുത്ത ഓപ്ഷൻ നോക്കിയേ, ഇമ്പറേറ്റീവ് അല്ല, ഇന്ററോഗേറ്റീവ് അല്ല. ഇത് നോക്കിയേ, ഡിക്ലറേറ്റീവ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സെന്റൻസ് ഉണ്ട്. അപ്പോൾ ഈ ടോപ്പിക്ക് പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, അതായത് അസർട്ടീവ് സെന്റൻസും ഡിക്ലറേറ്റീവ് സെന്റൻസും പോസിറ്റീവോ നെഗറ്റീവോ ആകാം. എന്നാൽ അഫർമേറ്റീവ് സെന്റൻസ് എന്താവത്തില്ല? നെഗറ്റീവ് ആകത്തില്ല. ഒരിക്കലും നെഗറ്റീവ് ആവില്ല എന്ന് പറഞ്ഞായിരുന്നു. അത് വെച്ചിട്ട് അഫർമേറ്റീവ് സെന്റൻസ് അല്ല. അപ്പൊ ഓപ്ഷൻസ് എല്ലാം വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ലാസ്റ്റ് ഇടുന്ന ഡിക്ലറേറ്റീവ് ആണ്. അഫർമേറ്റീവ് ആണോ? അല്ല, ഡിക്ലറേറ്റീവ് ആണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. ഹൗ ക്യൂട്ട് ദ ബേബി ലുക്സ്. ഹൗ ക്യൂട്ട് ദ ബേബി ലുക്സ്. സെന്റൻസ് വായിച്ചു നോക്കിയേ. ഈ സെന്റൻസ് നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കാണാം. ഇവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കാണാം.
എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ ഏത് സെന്റൻസാ? എക്സ്ക്ലമേറ്ററി സെന്റൻസ് എഴുതുക. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എഴുതി. നാലാമത്തെ ചോദ്യം. അപ്പൊ അത് മനസ്സിലായല്ലോ. നാലാമത്തെ ചോദ്യം നോക്കി. ലുക്ക് ബിഫോർ യു ലീപ്. ഫുൾ സ്റ്റോപ്പില് അവസാനിച്ചിരിക്കുന്നു. തുടക്കം ലുക്ക് നോക്കുക. എന്താണെന്നറിയോ? വെർബാ ഇത്. വെർബാണ്. ലുക്ക് നോക്കുക. എന്താണ്? വെർബ്. അതായത് തുടക്കത്തിൽ എന്തില്ല? ഒരു നൗണോ പ്രോനൗണോ ഇല്ല. പകരം എന്ത് വന്നിരിക്കുന്നു? ഒരു വെർബ് വന്നിരിക്കുന്നു. വെർബ് തുടക്കത്തിൽ വന്നിരിക്കുന്നു. അവസാനം ഫുൾ സ്റ്റോപ്പ് വന്നിരിക്കുന്നു. ഏത് തരത്തിലുള്ള സെന്റൻസാ വരുന്നത്? വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ഏത് തരത്തിലുള്ള സെന്റൻസാ പറഞ്ഞത്? ഇംപരേറ്റീവ്. ഓക്കെ, ഇംപരേറ്റീവ് സെന്റൻസ് ആണ്. അഞ്ചാമത്തെ ചോദ്യം നോക്കിയേ. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചിരിക്കുന്നു. തുടക്കം നോക്കുകയാണ്. ഇറ്റ്. പ്രോനൗൺ അറിയാം നമുക്ക്. ഐ, വി, യു, ഹി, ഷീ, ദേ, ഇറ്റ്. പ്രോനൗണിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചിരിക്കുന്നു. നമുക്ക് എഴുതാം. ഏതാണ് സെന്റൻസ് ആയത്? അസർട്ടീവ് സെന്റൻസ്. അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്. അല്ലെങ്കിൽ അഫർമേറ്റീവ് സെന്റൻസ്. ഇറ്റ് പ്രോനൗണിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചിരിക്കുന്നു. ആറാമത്തെ ചോദ്യം നോക്കി. ഹൗ ഓൾഡ് ആർ യു? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനം ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്ക് എന്ത് എഴുതാം? ഇന്ററോഗേറ്റീവ്. ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഏഴാമത്തെ ചോദ്യം നോക്കിയേ. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. വാട്ടുണ്ട്. അവസാനം നോക്കിയേ. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് എന്തല്ല? ഇന്ററോഗേറ്റീവ് സെന്റൻസ് അല്ല. പകരം ഇവിടെ എന്തുണ്ട്? എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. ഏത് തരത്തിലുള്ള സെന്റൻസ് ആ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ? എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ്. തുടക്കത്തിൽ എന്തുണ്ട്? ഡോണ്ട്, ഡു നോട്ട് ഇവയിൽ ആരംഭിക്കുകയും ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള സെന്റൻസാ? ഡോണ്ട്, ഡു നോട്ട് ഇവയിൽ ആരംഭിക്കുന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ഏത് തരത്തിലുള്ള സെന്റൻസാ? ഇംപരേറ്റീവ് സെന്റൻസ്. ഓക്കെ, ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒൻപതാമത്തെ ചോദ്യം നോക്കി. ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്. ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിച്ചിരിക്കുന്നത്. ദ മൂൺ. അപ്പോ നോക്കിയേ, ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഡിറ്റർമിനറിൽ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു എ ആൻഡ് ദ ഡിറ്റർമിനേറ്റ് വരും. ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന് ശേഷം വരുന്നത്, ദയ്ക്ക് ശേഷം വരുന്നത് ഒരു നൗൺ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാം. ദ മൂൺ എന്ന് പറയുന്ന നൗൺ വന്നിരിക്കുന്നു. ദ പ്ലസ് മൂൺ എന്ന് പറയുന്ന നൗൺ. ഇപ്പൊ സബ്ജക്റ്റ് ആണ്. ആദ്യം സബ്ജക്റ്റ് വന്നിരിക്കുന്നു, ഫുൾ സ്റ്റോപ്പില് അവസാനിച്ചിരിക്കുന്നു. അപ്പോ അത് ഏത് തരത്തിലുള്ള സെന്റൻസ് ആണ്? അത് അസർട്ടീവ് സെന്റൻസ്. അല്ലെങ്കിലോ ഡിക്ലറേറ്റീവ്. അപ്പോ സബ്ജക്റ്റ് തുടക്കം വന്നു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്. പത്താമത്തെ ചോദ്യം നോക്കിയേ. പ്ലീസ് കം ഇൻ. പ്ലീസ്, കൈൻഡ്ലി ഇവയിൽ തുടങ്ങിക്കഴിഞ്ഞാല് ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു കഴിഞ്ഞാല്, പ്ലീസ് കൈൻഡ്ലി ഇവയിൽ തുടങ്ങുകയും ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയും ചെയ്യുന്നു. ഏത് തരത്തിലുള്ള സെന്റൻസാ? ഇംപരേറ്റീവ് സെന്റൻസ്. പതിനൊന്നാമത്തെ ചോദ്യം. ഹൗ എക്സൈറ്റിംഗ് ദ ജേർണി വാസ്. ഹൗ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങി. ഹൗ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ്. പക്ഷെ അവസാനം കിടക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് അല്ല.
എക്സ്ക്ലമേഷൻ മാർക്കാണ് കിടക്കുന്നത്. ഹൗവിൽ തുടങ്ങി എക്സ്ക്ലമേഷൻ മാർക്ക്. ഏത് തരത്തിലുള്ള സെന്റൻസാ? എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഹൗവിൽ തുടങ്ങി എക്സ്ക്ലമേഷനിൽ അവസാനിച്ചു. 12ാമത്തെ ചോദ്യം നോക്കിയേ. ഇറ്റ് ഈസ് എ ലവ്ലി സീൻ. ഇറ്റ് എന്ന് പറയുന്നത് പ്രോനൗൺ ആണ്. ഇറ്റ് എന്ന് പറയുന്നത് പ്രോനൗൺ ആണ്. പ്രോനൗണിൽ തുടങ്ങി കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു കഴിഞ്ഞാൽ അസർട്ടീവ് സെന്റൻസ്. അസർട്ടീവ് സെന്റൻസ്. അസർട്ടീവ് സെന്റൻസ്. 13ാമത്തെ ചോദ്യം. വാട്ട് ഈസ് യുവർ ഒക്കുപേഷൻ? വാട്ട് ഈസ് യുവർ ഒക്കുപേഷൻ? ക്വസ്റ്റ്യൻ വേർഡ് വാട്ട്. ക്വസ്റ്റ്യൻ വേർഡ് വാട്ട്. വാട്ട് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വേർഡ്. അവസാനം നോക്കിയേ, ക്വസ്റ്റ്യൻ മാർക്കാണ്. ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊരു ചോദ്യമാണ്. ഏത് തരത്തിലുള്ള സെന്റൻസ് അപ്പോഴ്? ഇന്ററോഗേറ്റീവ്. ഇന്ററോഗേറ്റീവ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. 14ാമത്തെ ചോദ്യം. ഹെൽപ് മീ ടു ഡു ദിസ് വർക്ക്. ഹെൽപ് മീ ടു ഡു ദിസ് വർക്ക്. ഹെൽപ്പ് എന്ന് പറയുന്ന വെർബിൽ ആരംഭിക്കുകയാണ്. വെർബിൽ ആരംഭിച്ചു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. വെർബിൽ ആരംഭിച്ചു, ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. ഏത് തരത്തിലുള്ള സെന്റൻസ് ആണ് അത്? ഇംപരേറ്റീവ്. ഇംപരേറ്റീവ്. ഇംപരേറ്റീവ് സെന്റൻസ് ആണ്. 15ാമത്തെ ചോദ്യം നോക്കിയടേ. 15ാമത്തെ ചോദ്യം. ഹൗ ഫണ്ണി യു ആർ. ഹൗ ഫണ്ണി യു ആർ. ഹൗ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് ആണ്. പക്ഷെ അവസാനം എന്താ വന്നിരിക്കുന്നത്? എക്സ്ക്ലമേഷൻ മാർക്കാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത്? ക്വസ്റ്റ്യൻ വേർഡ് ഹൗവിൽ തുടങ്ങി എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിച്ചു. സെന്റൻസ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എന്നാൽ ഹൗവിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്കെന്ന് പറഞ്ഞാൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയാമായിരുന്നു. ഹൗവിൽ ആരംഭിച്ചു, ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിച്ചിരുന്നെങ്കിൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്കാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. സ്റ്റഡി വെൽ. സ്റ്റഡി വെൽ. സ്റ്റഡി എന്ന് പറയുന്ന വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. ഇംപരേറ്റീവ് സെന്റൻസ്. ഇംപരേറ്റീവ് സെന്റൻസ്. ഇംപരേറ്റീവ് സെന്റൻസ്. 17ാമത്തെ ചോദ്യം നോക്കിയേ. ഹി ഈസ് നോട്ട് വർക്കിംഗ്. ഹി എന്ന് പറയുന്ന പ്രോനൗണിൽ തുടങ്ങി, സബ്ജക്റ്റ് ആണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ സബ്ജക്റ്റ് വന്നു ആദ്യം, ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. അസർട്ടീവ്. അസർട്ടീവ് സെന്റൻസ് എന്ന് പറയാം. അഫർമേറ്റീവ് എന്ന് പറയാൻ പറ്റുമോ സെന്റൻസ്? അഫർമേറ്റീവ് എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം ഇവിടെ നോട്ട് വന്നിരിക്കുന്നതുകൊണ്ട് അഫർമേറ്റീവ് എന്ന് പറയരുത്. ഡിക്ലറേറ്റീവും അസർട്ടീവും തരാം. 18ാമത്തെ ചോദ്യം. വാട്ട് ഡിഡ് ജയൻ സേ. വാട്ട് ഡിഡ് ജയൻ സേ. വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡിൽ ആരംഭിച്ചു, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചു. വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡിൽ ആരംഭിച്ചു, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചു. ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ്. 19ാമത്തെ ചോദ്യം. വാട്ട് എ പീസ് ഓഫ് വർക്ക്. വാട്ട് എ പീസ് ഓഫ് വർക്ക്. വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡിൽ ആരംഭിച്ചു, എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിച്ചു. എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിച്ചു. വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡിലാണ് ആരംഭിച്ചത്, പക്ഷെ അവസാനിച്ചത് എക്സ്ക്ലമേഷൻ മാർക്കിലാണ്. ഏത് സെന്റൻസ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഓക്കെ. 20ാമത്തെ ചോദ്യം നോക്കിയേ. 20ാമത്തെ ചോദ്യം നോക്കിയേ. മേ ഗോഡ് ഹെൽപ്പ് യു. മേ ഗോഡ് ഹെൽപ്പ് യു. മേ എന്ന് പറയുന്ന ഓക്സിലറി വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. മേ എന്ന് പറയുന്ന ഓക്സിലറി വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇതേ തരത്തിലുള്ള സെന്റൻസ് ആണ്. ഇത് ഇംപരേറ്റീവ് സെന്റൻസ് ആണ്. ഇംപരേറ്റീവ്. ഇംപരേറ്റീവ് ആണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഓപ്ഷനിൽ എന്തായിരിക്കും കാണുന്നത്? ഒപ്റ്റേറ്റീവ് എന്നും പറയാം നമുക്ക്. ഒപ്റ്റേറ്റീവ്. ഇത് രണ്ടും ശരിയാണ്. ഇംപരേറ്റീവ് എന്നും പറയാം, ഒപ്റ്റേറ്റീവ് എന്നും പറയാം.
മേയിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കണം. മേയിൽ തുടങ്ങി എന്നാൽ ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിച്ചെങ്കിൽ നമുക്ക് എന്തോ പറയാം, അത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ എന്താണ്, മേയിൽ തുടങ്ങുന്നു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു, ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്, അല്ലെങ്കിൽ ഒപ്റ്റേറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, 21ാമത്തെ ചോദ്യം നോക്കിയേ. ഡസ് ഹി വർക്ക് ഹാർഡ്? ഡസ് ഹി വർക്ക് ഹാർഡ്? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഇവിടെ ഒന്ന് നോക്കണ്ട. അപ്പൊ ഏത് തരത്തിലുള്ള സെന്റൻസ് ആ? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. 22ാമത്തെ ചോദ്യം. ഹൗ സ്ട്രേഞ്ച് ഷീ ലുക്സ്? ഹൗ സ്ട്രേഞ്ച് ഷീ ലുക്സ്? നോക്കിയേ, ഇതിൽ എന്തുണ്ട്? എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ ഏത് സെന്റൻസാ? എക്സ്ക്ലമേറ്ററി സെന്റൻസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. 23ാമത്തെ ചോദ്യം. മേ ഗോഡ് ബ്ലസ് യു? മേ ഗോഡ് ബ്ലസ് യു. മേയിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. 2 സെന്റൻസ് വരാം. ഏതൊക്കെയാ? ഇമ്പറേറ്റീവ് അല്ലെങ്കിൽ ഓർ ഒപ്റ്റേറ്റീവ്. ഒപ്റ്റേറ്റീവ്. ഓക്കെ. ഡു യു പ്ലേ ക്രിക്കറ്റ്? ഡു യു പ്ലേ ക്രിക്കറ്റ്? ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചു. ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചു കഴിഞ്ഞാൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ്. അപ്പോ നമ്മൾ ഈ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും, അതായത് ഇപ്പൊ 24ഓളം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ 23 ചോദ്യങ്ങളും ഏതിൽ ചോദിച്ചിട്ടുള്ള? പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ ടോപ്പിക്ക് നല്ലതുപോലെ മനസ്സിലാക്കുക, ഈ ടോപ്പിക്ക് നല്ലതുപോലെ പഠിക്കുക, അതിനുശേഷം മാത്രം ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഈ ടോപ്പിക്ക്, അതായത് അസർട്ടീവ്, ഇന്ററോഗേറ്റീവ്, ഇമ്പറേറ്റീവ്, എക്സ്ക്ലമേറ്ററി, ഈ ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ സെന്റൻസിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. അപ്പൊ അതിനെ കുറിച്ച് വിശദമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ക്ലാസ് എടുക്കാം. അപ്പോൾ ഈ ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.